കൊല്ലം അഞ്ചലിൽ വാഹന മോഷ്ടാക്കൾ വിലസുന്നു. വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 2 സ്കൂട്ടറുകൾ മോഷണം പോയി. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കൾ പിടിയിലാകുമെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അഞ്ചൽ കുരുവിക്കോണത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് സ്കൂട്ടർ മോഷണം നടന്നത്. മോഷണം പോയ 2 സ്കൂട്ടറും പോലീസ് ഇതിനകം വീണ്ടെടുത്തിട്ടുണ്ട്. കുരുവിക്കോണം ജംഗ്ഷനിൽ താമസിക്കുന്ന പഞ്ചായത്ത് അംഗം ആനന്ദിയുടെ ഭർത്താവ് അജിത്തിന്റെ സ്കൂട്ടറും ഫ്ലവർ മിൽ നടത്തുന്ന നിഷാദിന്റെ സ്കൂട്ടറും മോഷ്ടിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത്. ഇത് പരാജയപ്പെട്ടതിന് പിന്നാലെ തൊട്ടടുത്ത് താമസിക്കുന്ന അഖിലിന്റെ സ്കൂട്ടർ മോഷ്ടാക്കൾ കൊണ്ടുപോയി. തുടർന്ന് നിഷാദും അഖിലും അഞ്ചൽ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി അഞ്ചൽ പുനലൂർ പാതയിൽ തൊളിക്കോട് റോഡിന് സമീപത്തായി അഖിലിന്റെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പെട്രോൾ തീർന്നതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഇരുചക്രവാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മോഷണം പോയ ഇരുചക്രവാഹനം പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കള്ളന്മാരെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വ്യാപകമായി ഇങ്ങനെ പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മോഷണങ്ങൾ പെരുകി വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ബൈപ്പാസിൽ നിരന്തരം ബൈക്കുകൾ കൊണ്ടുവച്ചാൽ മോഷണം പോകുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുകയാണ്. അന്നേരം ഇത് പോലീസ് പട്രോളിംഗ് നടത്തിയാൽ ഇത് ഏറെക്കുറെ ഈ മോഷണ ശല്യത്തിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് മോഷ്ടാക്കളെ പിടികൂടാനുള്ള ഊർജിതമായ അന്വേഷണം നടക്കുകയാണെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.